ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശം വിതച്ച മഴ. അസമിൽ പ്രളയത്തിൽ 98 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഉത്തർപ്രദേശിൽ കനത്ത മഴ 2 ദിവസത്തിനിടെ 7 ജീവനുകൾ എടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കനത്ത നാശമാണ് വിതയ്ക്കുന്നത്. ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ജാഗ്രത തുടരാൻ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശം നൽകി. ഡൽഹിയിലെ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗതക്കുരുക്കിന് കാരണമായി. ഡൽഹി NCRലെ നോയിഡയിലും ഗുരുഗ്രാമിലും കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. മഴക്കെടുതിയിൽ ഉത്തർപ്രദേശിൽ 7 പേർ മരിച്ചു. പ്രതാപ്ഗഡിൽ ഒരു കുടുംബത്തിലെ 6 പേരും സഹാറൻപൂരിൽ ഒരു സ്ത്രീയുമാണ് വീട് തകർന്ന് മരിച്ചത്. ഉത്തരാഖണ്ഡിൽ അളകനന്ദ, മന്ദാകിനി നദികളിലെ ജലനിരപ്പ് അപകടനില കടന്നു. തിൽവാരയിലെ മണ്ണിടിച്ചിലിൽ കേദാർനാഥ് ഹൈവേ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരാഴ്ച കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അസാമിലും വെള്ളപ്പൊക്കം വൻ നാശമാണ് വിതച്ചത്. 98 പേർക്കാണ് പ്രളയത്തിൽ ജീവൻ നഷ്ടമായത്. പഞ്ചാബിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ഹിമാചൽ പ്രദേശിൽ ബസ് അപകടത്തിൽപ്പെട്ട് 3 പേർ മരിച്ചു. ബൈരാഗഡിൽ നിന്നും ചമ്പയിലേക്ക് പോയ സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 18 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ജനം, ഡൽഹി.